എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നല്ല. 10-12 കൊല്ലായിട്ട് 110 പെണ്ണ് കാണാൻ പോയിക്കില്ല ഞാനോല്. എത്ര ആട്ടും തുമ്പും കേട്ടിട്ട് ഞാൻ ചെന്തുണി വണ്ടിട്ട് എന്നിട്ട് ഈ നന്ദിയില്ലാത്തൊരു പെണ്ണുമായിട്ട് പറയാൻ പറ്റാത്ത 1-1.5 കൊല്ലായിട്ട് പ്രേമം പോലും പ്രേമം. ഞാനും ഇപ്പടിയെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടില്ല. பொங்கலுக்கு இன்னும் 14 நாள் தான் இருக்கு. அது வரைக்கும் நான் இங்க தங்கித்தான் ஆகணும். எனக்கு வேற வழி இல்ல. ഇടയ്ക്ക് கீழே നീങ്ക ഇങ്ങ അവൻ്റെ പൂവും ഡെക്കറേഷനും ഇത്രയും കാലമായിട്ട് കോമാളി കളി കളിക്കണേനോ ഇനി പറ. അളിയാ, ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ 2 എണ്ണം അടിച്ച് ആ തീ അങ്ങോട്ട് കെടുത്തളിഞ്ഞേക്ക്. ഗുഡ് നൈറ്റ്. അളിയ, ആ ബ്രോക്കർ കുമാരൻ നടന്ന് എന്തെല്ലോ ചിലക്കുന്നുണ്ട്. ഓന്റെ സ്ഥിരം വേട്ടമുറുകായിരുന്നല്ലോ നമ്മളെ ബ്രിഗേഷ്. ഇല്ലടാ ബ്രിഗേഷ് വേട്ടമുറുകല്ലേനോ? ഉറക്കൂല. ചെക്കൻ തമിഴ് പാട്ട് മാറ്റിട്ട് ഇപ്പൊ ഹിന്ദി പാട്ടാക്കിക്കാന്നല്ല. അതാക്കള ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? അല്ല, നിങ്ങൾ ഗുളിക കുടിച്ചിനേനാ? മന്ദ, ആ പാവത്തിന് 2 അടക്ക് കൊടുക്കടാ, തൊണ്ട നനച്ചോട്ടെ. റൂമും ഇല്ല, സിറ്റിയിലോട്ടുള്ള റൂം ബുക്ക് ചെയ്താലോ? അല്ല, നിങ്ങൾ ഗുളിക കുടിച്ചിനാ? ദാ ഗുളിക കുടിക്കേ, ഗുളിക. എങ്ങനെയുണ്ട്? ഇലക്കിളികളാ ഓല് കുറുകട്ടെ, ഇനി വെള്ളറിയ നിക്കല്ല. ഇനിയിപ്പോ നിങ്ങൾ താലിയും മോതിരം വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ അടിച്ച സ്ഥാനത്തിന്റെ പൈസയെങ്കിലും കൊടുക്കണം അളിയാ. ഏട്ടാ കിടക്കണ്ടേ? കേൾത്തണ്ടോല്ലാം കെടുത്തിയല്ലേ നീ, എന്നെന്ത് കേൾത്താനാ? ഓനൊരു കഥ എന്തോക്കോ കിടക്കും വരെ കിടക്കാൻ പോയിണ്ട് ഇവിടെ. പോയും പോയില്ലേ. എന്താ അത്? ആ ആയിട്ടല്ല. ഹലോ, അത് നാട്ടിലെ ആചാരാണെന്ന്. നല്ലതല്ലേ എന്നും രാവിലെ ഇങ്ങനെയൊക്കെ? ആചാരം കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങാറാണ് നേരത്തെ പറയണേ. ചൊല്ല പറടാ.
സ്ഥലം കളി മനുഷ്യന്മാർ ഓർക്കാൻ പോകാനായിട്ട്. എന്ന് മോളെ എന്നീ കേൾക്കുന്നേ? അത് ഓരോ നാട്ടിലെ പ്രാർത്ഥന പോലും നിങ്ങളും കേട്ടുക. ആ എന്താല്ലേ ആ ഈ തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ. മോളെ അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് വേണം. ഓള് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയിൽ വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? ആ അതൊന്നുമില്ല. ഓ അതുകൊണ്ട് നീ ഇപ്പം ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. എടുത്തി എന്നാ മാല. வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനിജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണ് തന്നെയാ. ഓള് ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടെന്നാ. സർക്കാർ ഉദ്യോഗയിലായിട്ട് പെണ്ണിട്ടാണ്ട് ചേക്കന് കിട്ടിയ പെണ്ണ് എന്ത് ചന്ത അല്ലേ ജിഷേ? ആ എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായി പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊടുത്തിട്ടില്ലേ? ആ അത് നമ്മള് പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര രസം ഉണ്ടാവില്ലേ നോക്കാലോ. ചേച്ചി ഇതിനെത്രയാ? അടിയിരുന്നു. ഇതിന് 998. ഇത് മുന്താണിയാണ്. ഇതിന് ബ്ലൗസ് പീസ്. ഇതേ നമ്മളെ ആൾക്കാരാ നല്ല നോക്കി കൊടുക്കണേ. ഇതിലേതാടാ നല്ലതല്ലാത്തത്? എന്തിനു അല്ല, നമ്മുടെ പിള്ളേരാ ചേച്ചി ആ പിങ്ക് ഒന്ന് എടുക്കോ? മുളക് ഒന്ന് അപ്പുറത്തേക്ക് വന്നില്ല. ചേച്ചി ഒരു മിനിറ്റ്. ഓക്കെ പുതിയ ഡിസ്കൗണ്ട് ആക്കിക്കണേ. ആ